നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. FC ഗോവ സീസണിലെ തങ്ങളുടെ 6ാമത്തെ വിദേശ സൈനിങ്ങും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാൾ FCക്കൊപ്പം സീസണിൻ്റെ ആദ്യ ഭാഗം ചെലവഴിച്ച ശേഷം FC ഗോവയിലേക്ക് കൂടുമാറിയ പരിശീലകൻ മാനലോ മാർക്കസിൻ്റെ വിശ്വസ്തനായ ബോർഹ ഹെറേറയെ നിലനിർത്തിയാണ് FC ഗോവ അവരുടെ വിദേശ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത്തവണ ടീമിനൊപ്പം ചേർന്ന സെർബിയൻ സ്പെഷ്യൽ ധ്യാൻ റാസിച്ചിനെ ഫസ്റ്റ് ചോയ്സ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി പരിശീലകൻ മാനലോ കളത്തിലിറക്കുമെന്ന് കരുതുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും സ്വന്തമാക്കിയ അർമാൻഡോ സാദിക്കുവായിരിക്കും ആക്രമണം നയിക്കുക. ബോർഹ ഹെറേറയുടെയും ഐക്കർ ഗ്രക്സേനയുടെയും വിവിധ പൊസിഷനുകൾ കൈകാര്യം ചെയ്യാനുള്ള കൽപ്പും ടീമിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നിരിക്കെ ടീമിൻ്റെ പ്രതിരോധം നയിക്കുന്ന ഒഡെയ് ഒനിന്തിയും ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാൾ മക്യുവും അടങ്ങിയതാവും ഇത്തവണത്തെ FC ഗോവയുടെ വിദേശ നിര. ഒരു വർഷം കൂടി കരാർ ബാക്കിയുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ പൗളോ റിട്രെ ക്ലബ്ബുമായി വേർപിരിഞ്ഞതോടെയാണ് ബോർഹയുടെ സൈനിങ് സാധ്യമായതെങ്കിൽ റാസിച്ച്, സാദിക്കു, ഐക്കർ, ബോർഹ എന്നിവരടങ്ങുന്ന FC ഗോവയുടെ മുന്നേറ്റ നിര സമീപകാലത്ത് കണ്ടതിൽ വെച്ച് FC ഗോവയുടെ ഏറ്റവും മികച്ച ആക്രമണ നിര തന്നെയാവും എന്നതിൽ സംശയമേ വേണ്ട. കഴിഞ്ഞ സീസണിൽ മികച്ച രീതിയിൽ തന്നെ തുടങ്ങിയ FC ഗോവയ്ക്ക് പ്രധാന താരങ്ങളായ വിക്ടർ റോഡ്രിഗസിൻ്റെയും സന്ദേശ് സിംഗിൻ്റെയും പരിക്ക് വില്ലനായി എത്തിയതോടെ ലീഗിൽ 3 പോയിന്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്യാനായത്. എന്നാൽ ഇത്തവണ ഏറ്റവും മികച്ച നിരയെ തന്നെ സ്വന്തമാക്കാനായതോടെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും.